ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്താൻ പഠനം തുടങ്ങി. KSEBയുടെ ആവശ്യപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പഠനം നടത്തുന്നത്. സംസ്ഥാന സർക്കാരോ ഇടതുമുന്നണിയോ നയപരമായ തീരുമാനമെടുത്തില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ബോർഡിന്റെ നീക്കം. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിൽ സർക്കാർ നയപരമായി തീരുമാനമെടുത്തിട്ടില്ല. ഇടതുമുന്നണിയിൽ ഇക്കാര്യം ചർച്ചയായിട്ടുമില്ല. എന്നാൽ പദ്ധതിക്കുള്ള സ്ഥലം കണ്ടെത്താനാണ് വൈദ്യുതി ബോർഡിന്റെ നീക്കം. ബോർഡിന്റെ ആവശ്യപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പഠനം നടത്തുന്നത്. 6 മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കും. ആണവ നിലയത്തിനായി തീരദേശത്താണെങ്കിൽ 625 ഹെക്ടറും മറ്റുള്ള ഇടങ്ങളിൽ 960 ഹെക്ടറുമാണ് ആവശ്യം. ഇതിനു പുറമെ ടൗൺഷിപ്പിനായി 125 ഹെക്ടർ കൂടി വേണം. അതിരപ്പള്ളിയും ചീമേനിയുമാണ് KSEB നിർദ്ദേശിച്ചത്. 7000 കോടിയാണ് പദ്ധതി ചിലവ്. 220 മെഗാവാട്ടിന്റെ 2 പദ്ധതികളായി 440 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് ഓരോ വർഷം സംസ്ഥാനം വാങ്ങുന്നത്. പുതിയ ജലവൈദ്യുതി പദ്ധതികൾ തുടങ്ങാൻ സംസ്ഥാനത്ത് എതിർപ്പ് കാരണം കഴിയുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സബ്സിഡിയോടെ ആണവ നിലയ പദ്ധതിക്ക് ബോർഡ് ശ്രമിക്കുന്നത്. 24 തിരുവനന്തപുരം. നേരത്തെ അമ്മയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയും കാണാതായ സംഭവത്തിൽ മുജീബ് റഹ്മാൻ പറയുന്നുണ്ട്, ട്രെയിൻ യാത്ര പരിചയമുണ്ടാവില്ല, എവിടെയെങ്കിലും മാറി ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് പറയുന്നു. ഷിനിൽ വർഗീസ് പറയുന്നു, 1.5 വയസ്സായ കുഞ്ഞിനെയും കുട്ടി ജോലിക്ക് വിട്ട ആ വീട്ടുകാരെ സമ്മതിക്കണം, അതും ഒരു ഫോൺ പോലും ഇല്ലാതെന്ന് പറയുന്നു. എനിക്കുണ്ടായ സംശയമാണ്, പക്ഷേ ആ സംശയം ഇപ്പോൾ ഉന്നയിക്കേണ്ട സമയമല്ല. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെയും അമ്മയെയും കണ്ടെത്താൻ കഴിയട്ടെ എന്നാഗ്രഹിക്കാം.